പ്ലസ് ടു ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് നമ്മുടെ ലാബ് എക്സ്പെരിമെന്റിനൊക്കെ ഉള്ള ഒരു ഡിവൈസിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇന്റേണൽ റെസിസ്റ്റൻസും അതുപോലെ ഇഎംഎഫും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് which is used to measure internal resistance of a cell and EMF or potential difference. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസോ വോൾട്ടേജോ ഇഎംഎഫോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കേ, അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഉപയോഗം പഠിച്ചു. സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇഎംഎഫ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കേ, ഇനി ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചപ്പോൾ മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മീറ്റർ ബ്രിഡ്ജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, നമുക്കറിയാം ഒരു സെല്ലിന്റെ ഇഎംഎഫ് നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഎംഎഫ് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കൂടുതൽ ആക്യുറേറ്റ് വാല്യൂ കിട്ടുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ വോൾട്ട് മീറ്ററിനെക്കാളും കൂടുതൽ ആക്യുറേറ്റ് വാല്യൂ തരുന്നത് ആരാണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വന്നാൽ പൊട്ടൻഷ്യോമീറ്ററിൽ ഉപയോഗിക്കുന്നത് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ്. ഒരു ഗാൽവനോമീറ്ററിൽ സീറോ ആക്കിക്കൊണ്ട് നമ്മൾ ബാലൻസിംഗ് ലെങ്ത് കണ്ടെത്തിക്കൊണ്ട് വോൾട്ട് മെഷർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, പൊട്ടൻഷ്യോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്യൂട്ടിൽ നിന്ന് ഇത് വർക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു എമൗണ്ട് ഓഫ് കറണ്ടോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. എന്നാൽ വോൾട്ട് മീറ്ററിനെ സംബന്ധിച്ച് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇഎംഎഫ് മെഷർ ചെയ്യുമ്പോൾ ഒരു വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് കറണ്ട് ആര് ഡ്രോൺ ചെയ്യും? വോൾട്ട് മീറ്റർ ഡ്രോൺ ചെയ്യും. അപ്പൊ അതിന്റെ ആക്യുറസി കുറവാണ്. ഇത് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട്, ഗാൽവനോമീറ്ററിൽ സീറോ ആക്കിക്കൊണ്ട് കണ്ടെത്തുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് ഇതിന്റെ ആക്യുറസി മോർ ആക്യുറേറ്റ് ആണ്. അപ്പോൾ വോൾട്ട് മീറ്ററിനെക്കാളും കൂടുതൽ നല്ലത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇഎംഎഫ് മെഷർ ചെയ്യുന്നതാണ്. പരീക്ഷ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വോൾട്ട് മീറ്ററിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാൻ കാരണം? അതിന്റെ റീസൺ, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡിലൂടെയാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ത് ചെയ്യുന്നത്? വാല്യൂ കണ്ടെത്തുന്നത്. മോർ ആക്യുറേറ്റ് അല്ലെങ്കിൽ മോർ ആക്യുറസി ഉള്ളത് ആർക്കാണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പഠിച്ചു. വോൾട്ട് മീറ്ററിനേക്കാൾ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസിലേക്ക് പോകാം. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡിൽ 10 വയറുകൾ സിക്സാക് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. ഒരു ബോർഡിൽ 10 വയറുകൾ സിക്സാക് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ്, ഡിവൈസിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇതിൽ രണ്ട് പോയിന്റുകളാണ്, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഉപയോഗിക്കുന്ന വയർ ഒരിക്കലും കോപ്പർ വയർ അല്ല, കോൺസ്റ്റന്റൈൻ അല്ലെങ്കിൽ മാംഗനൈൻ പോലുള്ള അലോയ്സ് ആണ്. കോൺസ്റ്റന്റൈൻ മാംഗനൈൻ പോലുള്ള അലോയ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരിക്കലും എന്ത് വയർ അല്ല? കോപ്പർ വയർ അല്ല. പരീക്ഷ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ കോപ്പർ വയർ ഉപയോഗിക്കാത്തത്? പൊട്ടൻഷ്യോമീറ്ററിന്റെ നിർമ്മാണത്തിന് കോപ്പർ വയർ ഉപയോഗിക്കാത്തതിന്റെ റീസൺ, കോപ്പർ വയറിന് ലോ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ലോ റെസിസ്റ്റിവിറ്റിയും ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെയാണ്. എന്നാൽ അലോയ്സിനെ സംബന്ധിച്ച് അലോയ്സിന് ഹൈ റെസിസ്റ്റിവിറ്റിയും അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയും ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യോമീറ്ററിൽ ഇങ്ങനെ 10 വയറുകൾ സിക്സാക് മാനറിൽ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ലെങ്ത് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് താഴെയായിട്ട് ഒരു മീറ്റർ സ്കെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഘടിപ്പിച്ചിട്ടുണ്ട്. മീറ്റർ ബ്രിഡ്ജിൽ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ട്, അതുപോലെ പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ട്. ഇനി
എ എന്ന പോയിന്റിൽ നിന്നും സെല്ലിന്റെ പോസിറ്റീവിലേക്ക് സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് ഒരു റിയോസ്റ്റാറ്റിലേക്ക് റിയോസ്റ്റാറ്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക്. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ഇത് പൊട്ടൻഷ്യോമീറ്ററിന്റെ ബോർഡാണ്. ഇവിടെ അറേഞ്ച് ചെയ്ത സർക്യൂട്ടിന് ചേർത്ത് പറയുന്ന പേര് പ്രൈമറി സർക്യൂട്ട് എന്നാണ്. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എ എന്ന പോയിന്റിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ലുമായിട്ട് ഘടിപ്പിച്ചു. സെല്ലിന്റെ EMF E ആണെന്ന് കരുതുക. സോറി, ഇതിനെ നമുക്ക് E1 എന്നുണ്ട്. ഇതിന്റെ EMF E ആണ്. ഇപ്പോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെല്ലിന്റെ EMF E1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. ഗാൽവനോമീറ്റർ എന്തുമായിട്ട് കണക്ട് ചെയ്യുക, ഒരു ജോക്കിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്ത സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേര് സെക്കൻഡറി സർക്യൂട്ട് എന്നാണ്. സെക്കൻഡറി സർക്യൂട്ട്. ഇത് പ്രൈമറി സർക്യൂട്ട് ആണ്, ഇത് സെക്കൻഡറി സർക്യൂട്ട് ആണ്. നമ്മളിത് പറയുന്നത് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുവാണ്. ഇത്രയും അറേഞ്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ ജോക്കിയെ എയിൽ നിന്ന് എന്ത് ചെയ്യുക, എയിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുക. എയിൽ നിന്ന് മൂവ് ചെയ്യിപ്പിച്ച് ഒരു പർട്ടിക്കുലർ ലെങ്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അങ്ങനെ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ ഇതാണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞാൽ ബാലൻസിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ നീളം മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടി വരും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന ഒരു കൺസെപ്റ്റിലാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. V proportional to L. Potential drop is directly proportional to length എന്ന കൺസെപ്റ്റിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെ കിട്ടി എന്ന് മറ്റൊരു രീതി പറയാം. നിങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ലെങ്തിൽ എത്തുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ആ ലെങ്തിനെയാണ് നമ്മൾ ബാലൻസിംഗ് ലെങ്ത് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ AJ എന്ന് പറയുന്ന ആ ഒരു ലെങ്തിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈ സെല്ലിന്റെ EMF ന് ഈക്വൽ ആവും. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിൽ എന്ത് കാണിക്കുന്നത്, സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. എന്താ പറഞ്ഞത്, ഇവിടെ ഉണ്ടാകുന്ന ലെങ്തിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈ സെല്ലിന്റെ EMF ന് ഈക്വൽ ആയി വരും. അപ്പൊ എങ്ങനെ എഴുതാം, EMF of the cell is equal to potential difference of AJ. AJ എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്, EMF of the cell എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ EMF of the cell എന്ന് പറഞ്ഞാൽ E1 ആണ്. അപ്പൊ E1 is equal to potential drop of AJ. ഇവിടത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻടു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ I ഇൻടു റെസിസ്റ്റൻസിനെ ഇവിടെ ഞാൻ R എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്താണ് R എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്തിലെ റെസിസ്റ്റൻസ് ആണ് R. അപ്പൊ മൊത്തത്തിലുള്ള ലെങ്തിലെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ R അല്ലായിരിക്കും. യൂണിറ്റ് ലെങ്തിലെ റെസിസ്റ്റൻസ് ആണ് സ്മാൾ ലെറ്റർ R. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇതിന്റെ ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ കറണ്ടും റെസിസ്റ്റൻസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്, മാറി വരുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ E1 directly proportional to L എന്ന് എഴുതാം. therefore EMF is proportional to L. EMF is proportional to L എന്ന കൺസെപ്റ്റിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ EMF is proportional to length എന്ന കൺസെപ്റ്റിലാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഉപയോഗം പഠിച്ചു, എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കി, എന്തുകൊണ്ടാണ് വോൾട്ട് മീറ്ററിനെക്കാളും കൂടുതൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് നോക്കി, ഇതിൽ എന്തുകൊണ്ടാണ് കോപ്പർ വയർ ഉപയോഗിക്കാത്തതെന്ന് നോക്കി. 4 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ ആദ്യ കാര്യം comparison of EMF of two cell. Comparison of EMF of two cell. രണ്ട് സെല്ലിന്റെ EMF കൾ കമ്പയർ ചെയ്യാൻ ഏത് ഉപയോഗിക്കാം,
പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുക. അതാണ് കമ്പാരിസൺ ഓഫ് ഇഎംഎഫ് ഓഫ് ടു സെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്. തൽക്കാലം ഞാൻ ഈ സർക്യൂട്ട് ഡയഗ്രത്തെ മാറ്റി വരയ്ക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരച്ചു പോവുക. ഞാൻ ഈ ചിത്രത്തിൽ തന്നെയാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൈമറി സർക്യൂട്ട് സെയിം തന്നെയാണ്, സെക്കൻഡറി സർക്യൂട്ടിൽ ചെറിയൊരു വ്യത്യാസം വരുത്താൻ പോവുകയാണ്. പ്രൈമറി സർക്യൂട്ട് ഒരുപോലെയാണ്, സെക്കൻഡറി സർക്യൂട്ടിൽ ചെറിയൊരു വ്യത്യാസം വരുത്താൻ പോവുക. പ്രൈമറി സർക്യൂട്ടിൽ സെല്ലുണ്ട്, അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് ഉണ്ട്, റിയോസ്റ്റാറ്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പോകുന്നുണ്ട്. സെക്കൻഡറി സർക്യൂട്ട് ചെയ്യുന്നത് എയിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക, ആ കണക്ഷനിൽ നിന്ന് ഒരു സെല്ലിലേക്ക് വരിക. എയിൽ നിന്ന് മറ്റൊരു കണക്ഷൻ എടുക്കുക, ആ കണക്ഷനിൽ നിന്ന് മറ്റൊരു സെല്ലിന്റെ പോസിറ്റീവിലേക്ക് വരിക. ഈ സെല്ലിനെ ഞാൻ E1 ആയിട്ടും ഇതിനെ E2 ആയിട്ടും എടുക്കും. ഈ രണ്ട് സെല്ലിന്റെ നെഗറ്റീവുകൾ മീറ്റ് ചെയ്യുന്നത് ഒരു ടു വേ കീയിലാണ്. ടു വേ കീ എന്ന് പറയുന്ന ഒരു വസ്തുവിലേക്കാണ് ടു വേ കീ. ഇതാണ് ടു വേ കീ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു കീ K1, ഇതിനിടയ്ക്ക് ഒരു കീ K2. ഇതിൽ നിന്ന് ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കി. ഇതാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിസൺ ഓഫ് ഇഎംഎഫ് ഓഫ് ടു സെല്ല് പൊട്ടൻഷ്യോമീറ്ററിന്റെ ആപ്ലിക്കേഷൻ ആണ്. പൊട്ടൻഷ്യോമീറ്ററിന്റെ ഈ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് വേണ്ടി ഒരു സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ മനസ്സിലാക്കണം. ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ പ്രൈമറി സർക്യൂട്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ സെക്കൻഡറി സർക്യൂട്ടിലെ വ്യത്യാസം ഇതാണ്. എയിൽ നിന്ന് E1 എന്ന ഇഎംഎഫിലേക്ക് E2 എന്ന ഇഎംഎഫിലേക്ക്, അവിടെ നിന്ന് ടു വേ കീ അല്ലെങ്കിൽ ടു വേ സ്വിച്ചിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ രണ്ട് സെല്ലിന്റെ ഇഎംഎഫുകൾ കമ്പയർ ചെയ്യുക. ഒരു സെല്ലിന്റെ ഇഎംഎഫ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സെല്ലിന്റെ ഇഎംഎഫ് കണ്ടെത്തുക, അല്ലെങ്കിൽ രണ്ട് സെല്ലിന്റെ ഇഎംഎഫിന്റെ റേഷ്യോ എഴുതുക. ഇതൊക്കെയാണ് കമ്പാരിസൺ ഓഫ് ഇഎംഎഫ് ഓഫ് ടു സെല്ല് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അർത്ഥമാക്കേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ K1 എന്ന കീ, ഈ K1 എന്ന കീ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് ആക്കുന്നു. അങ്ങനെ ക്ലോസ് ചെയ്താല് K1 എന്ന കീ ക്ലോസ് ചെയ്താല് സർക്യൂട്ടിലേക്ക് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യും, E1 എന്ന് പറയുന്ന സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോ the cell E1 is introduced when the key K1 is closed. അപ്പൊ K1 എന്ന കീ ക്ലോസ് ചെയ്താല് E1 എന്ന് പറയുന്ന സെല്ല് ഈ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജോക്കിയെ എയിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ എത്ര കാണിക്കും, സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. അങ്ങനെ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ അതാണ് ഇതിന്റെ ബാലൻസിംഗ് ലെങ്ത്. ആ ബാലൻസിംഗ് ലെങ്തിനെ ഞാൻ L1 എന്ന് പറയുന്നു. അങ്ങനെ ബാലൻസിംഗ് ലെങ്ത് കിട്ടിയാൽ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കി ഇവിടത്തെ ഇഎംഎഫ് E1 is proportional to length L1 എന്ന് എഴുതാം. അതിൽ നിന്ന് E1 is equal to a constant K into length L1 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. പറഞ്ഞ കാര്യം മനസ്സിലായല്ലേ? സർക്യൂട്ടിൽ E1 എന്ന് പറയുന്ന സെല്ലിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ജോക്കി എയിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഒരു പർട്ടിക്കുലർ ലെങ്തിലേക്ക് എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ എത്ര കാണിച്ചു, സീറോ കാണിച്ചു. അപ്പോൾ ബാലൻസിംഗ് ലെങ്ത് കിട്ടി. അത് അളക്കുന്നതിന് വേണ്ടി താഴെ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. എത്ര, ഓരോ 100 സെന്റിമീറ്റർ ആണ് ഓരോ വയറിന്റെയും നീളം. 100 സെന്റിമീറ്റർ, 200, 300, 400, 500 അങ്ങനെ പോകും. ഒരു പർട്ടിക്കുലർ ലെങ്തിൽ എത്തുമ്പോഴാണ് ഇതിൽ സീറോ കാണിക്കുന്നത്. ആ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം, E1 proportional to L1 എന്ന് എഴുതാം. അതിൽ നിന്ന് E1 equal to ഒരു കോൺസ്റ്റന്റ് K into L1 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഈ K1 എന്ന കീ എന്താണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്. അത് മാറ്റിയതിനു ശേഷം K2 എന്ന കീ എന്താക്കുക, ക്ലോസ്ഡ് ആക്കി മാറ്റുക. ഒരു മിനിറ്റ്, വീഡിയോ ഓപ്പൺ ആണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ K2 എന്ന കീ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോ the cell E2 is introduced when the key K2 is closed. K2 ക്ലോസ് ചെയ്യുമ്പോൾ E2 എന്ന സെല്ലാണ് സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ ജോക്കിയെ എയിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പൊ മറ്റൊരു ലെങ്തിൽ എത്തുമ്പോഴാണ് ഗാൽവനോമീറ്റർ എന്ത് കാണിക്കുന്നത്? 0 കാണിക്കുന്നത്. അത് ബാലൻസിംഗ് ലെങ്ത് L2 ആണ്. അങ്ങനെ L2 കിട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? E2 proportional to L2 എന്ന് എഴുതാം. അതിൽ നിന്ന് E2 സമം a constant into L2 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2. 1 divided by 2 ചെയ്യുക. 1 divided by 2 ചെയ്യുമ്പോൾ E1 by E2 സമം k L1 divided by എന്ന് എഴുതാം. k L2 എന്ന് എഴുതാം. k യും k യും ക്യാൻസൽ ചെയ്താൽ E1 by E2 സമം L1 by L2 എന്ന് എഴുതാം. ഇതാണ് comparison of EMF of two cell എന്ന് പറയുന്നത്. ഇതിൽ ചോദ്യത്തിൽ ചിലപ്പോൾ E1 എന്ന സെല്ല് തരത്തില്ല, പകരം E2 എന്ന സെല്ല് തരും, L1 ബാലൻസിംഗ് ലെങ്ത് തരും, L2 ബാലൻസിംഗ് ലെങ്ത് തരും. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും? E1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ E2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ചിലപ്പോൾ ബാലൻസിംഗ് ലെങ്ത് L1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, ചിലപ്പോൾ L2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? E1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ E1 സമം E2 L1 by L2 ആയിട്ട് മാറും. ഇനി E2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാനുള്ളത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് E2 ന് സമവാക്യം ഉണ്ടാക്കണം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് 4 കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്നുകിൽ E1 ചോദിക്കാം, അല്ലെങ്കിൽ E2 ചോദിക്കാം, അല്ലെങ്കിൽ L1 ചോദിക്കാം, അല്ലെങ്കിൽ L2 ചോദിക്കാം. E1 ആദ്യ സെല്ലിന്റെ EMF, E2 നൽകുന്ന സെല്ലിന്റെ EMF, L1 ആദ്യ സെല്ലിൽ വെച്ചിട്ടുള്ള ബാലൻസിംഗ് ലെങ്ത്, L2 രണ്ടാമത്തെ സെല്ലിൽ വെച്ചിട്ടുള്ള ബാലൻസിംഗ് ലെങ്ത്. ഇതാണ് കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ആദ്യ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കേ, ഈ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം ചോദിക്കും, അതുപോലെ ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് മായ്ക്കുവാണ്. അപ്പൊ അതിനൊരു സർക്യൂട്ട് ഡയഗ്രാം വരും. ആ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ സെപ്പറേറ്റ് വരയ്ക്കണം. ഞാൻ ഈ ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പോവാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഓരോ ചിത്രം വരയ്ക്കുക. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചിത്രം, സെക്കൻഡ് ആപ്ലിക്കേഷൻ ചിത്രം, അങ്ങനെ വരയ്ക്കുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. അതായത് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്തുക. ഏത് ഉപയോഗിച്ചുകൊണ്ട്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററിന്റെ ബോർഡാണ്. 10 വയറുകളുണ്ട്, 6 ആഗ് മാനുവൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രൈമറി സർക്യൂട്ട് ആണ്. ഒരു ആപ്ലിക്കേഷനിലും പ്രൈമറി സർക്യൂട്ടിൽ വ്യത്യാസമില്ല. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് കണ്ടെത്തുന്നതിന് സെക്കൻഡറി സർക്യൂട്ട് വേണം. അപ്പൊ സെക്കൻഡറി സർക്യൂട്ട് വരയ്ക്കാനായിട്ട് എയിൽ നിന്നൊരു കണക്ഷൻ എടുക്കുക. ആ കണക്ഷനെ എന്തുമായിട്ട്? സെല്ലിന്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. സെല്ലിന്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യും. ഇനി ഈ സെല്ലിന് പാരലൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സെല്ലിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ബോക്സ് RB കണക്ട് ചെയ്യുക. പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക. ഈ റെസിസ്റ്റൻസ് ബോക്സ് കഴിഞ്ഞിട്ട് ഒരു കീ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഗാൽവനോമീറ്ററിലേക്ക് പോവുക. ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക് വരിക. ഇതാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്. കീ. അപ്പോൾ സെക്കൻഡറി സർക്യൂട്ടിലുള്ളത് ആരൊക്കെയാ? സെക്കൻഡറി സർക്യൂട്ടിലുള്ള ഒരു സെല്ലാണ്. ഈ സെല്ലിന്റെ EMF E ആണ്. അതുപോലെ അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ്, ഇവിടെ ഒരു കീ ഉണ്ട്, ഗാൽവനോമീറ്റർ, ജോക്കി. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ഏത് ഉപയോഗിച്ചുകൊണ്ട്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചു. അപ്പൊ അതിങ്ങനെ കണക്ട് ചെയ്യും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ K എന്ന് പറയുന്ന കീ ആദ്യം ഓപ്പൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതുവഴി ആരും പാസ് ചെയ്യത്തില്ല, കറണ്ട് പാസ് ചെയ്യത്തില്ല. കറണ്ട് ഈ സെല്ലിലൂടെ ഗാൽവനോമീറ്ററിലൂടെ ജോക്കിയിൽ എത്തുന്നു. ലെങ്ത് മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കീ എന്താക്കുക? ദി ഫസ്റ്റ് കേസ് key K is open, then the cell E is introduced in the circuit.
അത് K എന്ന കീ ഓപ്പൺ ആയിരിക്കുമ്പോൾ E എന്ന സെല്ല് സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയാൽ നിങ്ങൾ ജോക്കിയെ എയിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക, ഒരു പർട്ടിക്കുലർ ലെങ്തിലേക്ക് എത്തുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ എന്ത് കാണിക്കും? 0 കാണിക്കും. 0 കാണിച്ചാൽ ഇത് ബാലൻസിംഗ് ലെങ്ത് കിട്ടും. അങ്ങനെ ബാലൻസിംഗ് ലെങ്ത് L1 കിട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? E proportional to L1 എന്ന് എഴുതാം. അതിൽ നിന്ന് E is equal to a constant into length L1, equation number 1. ബാലൻസിംഗ് ലെങ്ത് കിട്ടി. ബാലൻസിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ EMF ന് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ E is equal to a constant K into L1 length, equation number 1. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കീ എന്താക്കുക? ക്ലോസ്ഡ് ആക്കുക. At the second case, the key K is closed. Then resistance box and cell are introduced in the circuit. അതായത് കീ എന്താക്കിയാൽ, ക്ലോസ്ഡ് ആക്കിയാൽ റെസിസ്റ്റൻസ് ബോക്സും സെല്ലും സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എയിൽ നിന്ന് ജോക്കി മൂവ് ചെയ്യിക്കുക, ഒരു പർട്ടിക്കുലർ ലെങ്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കിട്ടും. അങ്ങനെ 0 ഡിഫ്ലക്ഷൻ കിട്ടിയാൽ ബാലൻസിംഗ് ലെങ്ത് L2 നിങ്ങൾക്ക് മനസ്സിലായി. L2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്ത്? Potential drop is directly proportional to length. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, RB ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണൽ ടു L2 എന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്. റെസിസ്റ്റൻസ് ബോക്സിന് ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു എന്നത് എഴുതാൻ പറ്റത്തുള്ളൂ, L2 എന്ന് എഴുതാൻ പറ്റും. നേരത്തെ ഇത് ഇല്ലാതിരുന്നപ്പോഴാണ്, റെസിസ്റ്റൻസ് ബോക്സ് ഇല്ലാതിരുന്നപ്പോഴാണ് നമ്മൾ ഇവിടത്തെ പൊട്ടൻഷ്യൽ EMF is proportional to L1 എന്ന് എഴുതിയത്. എന്നാൽ ഇവിടെ റെസിസ്റ്റൻസ് ബോക്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നേ പറയാൻ കഴിയും. ഓക്കെ, ഇനി ഈ വോൾട്ടിന് പകരം അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യലിന് പകരം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം എന്നതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന കൺസെപ്റ്റിലേക്ക് വരിക. നമ്മളൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിച്ചപ്പോ ഞാൻ അവിടെ പഠിപ്പിച്ച ഇക്വേഷൻ ആണ് V is equal to E minus IR എന്ന് പറഞ്ഞത്. V is equal to E minus IR. അപ്പൊ അതില് ഈ V ക്ക് പകരം IR എന്ന് കൊടുത്താൽ IR equal to E minus IR എന്ന് കിട്ടും. ഈ IR പുറത്തു കൊണ്ടുവന്നാൽ IR plus IR is equal to E എന്ന് കിട്ടും. I കോമൺ എടുത്താൽ R plus R is equal to E എന്നും അതിൽ നിന്ന് I is equal to E divided by എന്തെന്നും എഴുതാം? R plus R എന്നും എഴുതാം. അവിടെ നമ്മൾ പഠിച്ചതേ കാര്യമാണ്. ഒരു സെല്ല്, ആ സെല്ലിന് പുറമെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്താൽ ഇവിടെ ഇതിലൂടെയുള്ള കറണ്ട് E by R plus R ആയിരിക്കും. ഈ EMF ഇത് R, ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇത് R, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് വേണ്ടത് വോൾട്ട് ആണ്. അപ്പൊ V ആണ്. ഓൾറെഡി കറണ്ട് കിട്ടി. കറണ്ടിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഗുണിച്ചാൽ എന്തായി? വോൾട്ട് ആയി. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ E by R plus R ആണ് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇതാ, റെസിസ്റ്റൻസ് ബോക്സിലെ R ആണ്. R പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം, L2 എന്ന് എഴുതാം. അതായത് V ക്ക് പകരം ഞാൻ ഈ R by R plus R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കേ, ഈ R by R plus R പ്രൊപ്പോർഷണൽ ടു L2. ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കേ, ER by R plus R proportional to L2 എന്ന് എഴുതി. ഇനി ഇവിടെ ER equal to എന്ന് എഴുതാം, R plus R is equal to K into L2, equation number 2. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം ചെയ്യുക E divided by ER by R plus R സമം K L1 divided by K L2. K യും K യും ക്യാൻസൽ ചെയ്തു. റെസിപ്രോക്കൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ E divided by ER
into R plus R സമം L1 by L2. ഈ EMF ക്യാൻസൽ ചെയ്യാം. R plus R by R സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ R by R എന്ന് പറഞ്ഞാൽ ഒന്നാണ് പ്ലസ് സ്മാൾ ലെറ്റർ r divided by capital letter R is equal to L1 by L2. R by R equal to L1 by L2 minus 1 എന്ന് എഴുതാം. പ്ലസ് 1 അവിടെ വരുമ്പോൾ മൈനസ് 1 ആയിട്ട് മാറും. ഇതിൽ നിന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻഡു ചെയ്യുക. അപ്പൊ R equal to capital letter R into L1 by L2 minus 1 എന്ന് എഴുതാം. ഇതാണ് ഈ തന്നിരിക്കുന്ന സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈ ക്യാപിറ്റൽ ലെറ്റർ R റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R. L1 എന്ന് പറഞ്ഞാൽ ഈ EMF ഉള്ള സെല്ല് വെച്ച് കണ്ടെത്തുന്ന ബാലൻസിംഗ് ലെങ്ത് ആണ് L1. L2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബോക്സും ഈ സെല്ലും കൂടെ വെച്ച് നമ്മൾ കണ്ടെത്തുന്ന ബാലൻസിംഗ് ലെങ്ത് ആണ് L2. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ തന്നിരിക്കുന്ന സെല്ലിന്റെ എന്ത് കണ്ടെത്താൻ പറ്റും, ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊട്ടൻഷ്യോമീറ്ററുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇതിന്റെ ഉപയോഗം അറിയാം. ഇന്റേണൽ റെസിസ്റ്റൻസോ EMFോ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. എന്തുകൊണ്ടാണ് വോൾട്ട്മീറ്ററിനെക്കാളും കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാനുള്ള കാര്യം ഇത് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ്. പ്രത്യേകിച്ച് കറണ്ട് ഒന്നും തന്നെ സർക്യൂട്ടിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇതിൽ കോപ്പർ ഉപയോഗിച്ചില്ല, കോപ്പർ വയേഴ്സ് ഉപയോഗിച്ചില്ല. അടുത്തതിന്റെ ആദ്യ ആപ്ലിക്കേഷൻ ഏതാണ്? ആദ്യ ആപ്ലിക്കേഷൻ കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽ ആണ്. രണ്ട് സെല്ലിന്റെ EMF കമ്പയർ ചെയ്യുക. ഇക്വേഷൻ E1 by E2 L1 by L2 ആണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ തന്നിരിക്കുന്ന സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്തുക. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ R into L1 by L2 minus 1 ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ആദ്യ ആപ്ലിക്കേഷൻ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, അത് വരച്ച് പഠിക്കുക. സെക്കൻഡ് ആപ്ലിക്കേഷൻ രണ്ടാമതൊരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, അത് വരച്ച് പഠിക്കുക. ഇതിന്റെ ഡെറിവേഷൻ, രണ്ട് ഇക്വേഷൻ കിട്ടിയതിന്റെ ഡെറിവേഷൻ പഠിക്കുക. ഇത്രയുമാണ് പൊട്ടൻഷ്യോമീറ്ററിൽ ചോദ്യങ്ങൾ വരുന്നത്. ഇത്രയും കാര്യം പഠിച്ചു വെക്കുക. കാര്യം ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ് പൊട്ടൻഷ്യോമീറ്റർ. ഈ വീഡിയോ ലെങ്തി ആയിരിക്കും, നിങ്ങൾ പൂർണ്ണമായിട്ടും ഫുള്ള് കാണുക. അപ്പോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ കാണാം.